അപ്പോൾ SSC മുഖാന്തരം മിനിമം +2 വിദ്യാഭ്യാസ യോഗ്യതയുള്ള വനിതകളിൽ നിന്നും പുരുഷന്മാരിൽ നിന്നുമാണ് കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷന്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത്. SSC ഇപ്പോൾ CHSL നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിട്ടുണ്ട്. അപേക്ഷിക്കാൻ നിങ്ങൾക്ക് മിനിമം വിദ്യാഭ്യാസ യോഗ്യത +2 മതി, അല്ലെങ്കിൽ +2ൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അപേക്ഷിക്കാം. വീഡിയോ മുഴുവനായി കണ്ട് മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യുക. വിവിധ സെൻട്രൽ ഗവൺമെന്റിന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിലേക്കാണ് നിങ്ങൾ ഇതിൽ സെലക്ട് ആവാൻ പോകുന്നത്. എന്തായാലും നമുക്ക് വന്നിട്ടുള്ള റിക്രൂട്ട്മെന്റിന്റെ മുഴുവൻ വിവരങ്ങളും നോക്കാം. 3700-ൽ കൂടുതലാണ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ കൂടാനും സാധ്യതയുണ്ട്. ടെന്റേറ്റീവ് വേക്കൻസിയാണ് 3700. എന്തായാലും നമുക്ക് വന്നിട്ടുള്ള ഈ ഒരു ഒഴിവിന്റെ ഈ ഒരു നോട്ടിഫിക്കേഷന്റെ കംപ്ലീറ്റ് വിവരങ്ങൾ നോക്കാം. മാക്സിമം SSC, PSC അതുപോലെ തന്നെ ജോബ് റിലേറ്റഡ്, ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ SSC അതായത് നമ്മുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ മിനിമം +2 വിദ്യാഭ്യാസ യോഗ്യതയുള്ള കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ CHSL എക്സാമിനേഷന്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ഈ മാസം 2-ാം തീയതി റിലീസ് ചെയ്യേണ്ട നോട്ടിഫിക്കേഷൻ ആയിരുന്നു. ഡിലേ ആണ്, പക്ഷേ നോട്ടിഫിക്കേഷൻ ഓൾറെഡി റിലീസ് ചെയ്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാം. മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഈ കാര്യം ഷെയർ ചെയ്യാം. +2 പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വരെ ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് 8/4/2024 ഏകദേശം നിങ്ങൾക്ക് 7/5/2024 വരെ ഇതിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും കറക്ഷൻസ്, തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ലാസ്റ്റ് ഡേറ്റ് 7/5/2024 അടുത്ത മാസം 7-ാം തീയതി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ എന്തെങ്കിലും തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ അത് തിരുത്താനായിട്ടുള്ള വിൻഡോ നിങ്ങൾക്ക് 10/5/2024 മുതൽ ഏകദേശം 11/5/2024 വരെ അവൈലബിൾ ആയിരിക്കുമെന്ന് ഇവിടെ പറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഷെഡ്യൂളിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ഫസ്റ്റ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് 2 ഘട്ടങ്ങളുണ്ട് എക്സാമിനേഷൻ. അപ്പോൾ അതിൻ്റെ ടയർ 1 കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് ജൂൺ-ജൂലൈ 2024 അതായത് ഇതിന് മുൻപ് ഇലക്ഷൻ വരുന്നത് കൊണ്ട് ഇതിൻ്റെ ഡേറ്റുകളിലൊക്കെ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. എപ്പോൾ കൃത്യമായിട്ട് നടക്കുമെന്ന് മുൻപുള്ള വീഡിയോയിൽ കൃത്യമായിട്ട്, അതായത് എക്സാമിനേഷൻ ഡേറ്റ് കൃത്യമായിട്ട് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. എനിവേ, അപേക്ഷ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. മിനിമം +2 മാത്രം മതി. സാലറി സ്കെയിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ലോവർ ഡിവിഷൻ ക്ലർക്ക് ഉണ്ട്, LDC ഉണ്ട്, ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് തസ്തികയുണ്ട്, JSA ഉണ്ട്. അതിന് ലഭിക്കുന്ന സാലറി എന്ന് പറയുമ്പോൾ 19,900 മുതൽ 63,200 രൂപ വരെയൊക്കെ ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റാണത്. അതുപോലെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് 81,100 വരെ ശമ്പളം ലഭിക്കും. അതുപോലെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഗ്രേഡ് A തസ്തികയിലേക്ക് 81,100 രൂപ വരെ തന്നെയാണ് ഇത് വർക്കുള്ളത്, ശമ്പളം വർക്കുള്ളത്. നിലവിൽ ഏകദേശം ടെൻറ്റേറ്റീവായിട്ട് 3,712 ഒഴിവുകൾ നിലവിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് നിലവിലുള്ള ഒഴിവാണ്, വേക്കൻസി കൂടാം, അതിനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നിലവിൽ 3,712 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എനിവേ, ഇതിൻ്റെ ഏജും ബാക്കിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. വന്നിട്ടുള്ള പോസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപേക്ഷിക്കാനായിട്ട് നിങ്ങളുടെ ഏജ് ലിമിറ്റായിട്ട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. മിനിമം ഒരു 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെയൊക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏജ് ലിമിറ്റ് ഫോർ പോസ്റ്റ് അതിന് പറഞ്ഞിട്ടുള്ളത് പോസ്റ്റസ് ഫോർ ഈസ് 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. കാൻഡിഡേറ്റ് ബോൺ നോട്ട് ബിഫോർ 2/8/1997 അതുപോലെ തന്നെ നോട്ട് ഏർലിയർ ദെൻ 1/8/2006 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. SC ST ഉദ്യോഗാർത്ഥികൾക്ക് ഏകദേശം 5 വർഷത്തെ ഇളവ് പ്രായത്തിൽ നൽകും. OBC വിഭാഗത്തിന് 3 വർഷത്തെ പ്രായത്തിൽ ഇളവും നൽകുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. മലയാളം ഉൾപ്പെടെ നമുക്ക് ഇതിൻ്റെ പരീക്ഷ എഴുതാം. മലയാളത്തിലും ഈ പരീക്ഷ നമുക്ക് എഴുതാൻ സാധിക്കുന്നതാണ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. മലയാളത്തിൽ നോട്ടിഫിക്കേഷനിൽ മലയാളം ഒരു ഇതായിട്ട് പറയുന്നുണ്ട്, ലാംഗ്വേജ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ മലയാളം ഓപ്റ്റ് ചെയ്തിട്ട് മലയാളത്തിൽ എക്സാം എഴുതാൻ സാധിക്കുന്നതാണ്. ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഏതിനായാലും ഏത് പോസ്റ്റ് ആയാലും അതിന് അപേക്ഷിക്കാനുള്ള യോഗ്യത എന്ന് പറയുന്നത് +2 പാസ്സായിരിക്കണം എന്നാണ്. ഇവിടെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ പോസ്റ്റ് ഒക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഫോർ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ DEO അതുപോലെ തന്നെ DEO ഗ്രേഡ് A 2 പോസ്റ്റ് ഉണ്ടായിരുന്നു. അതിന് രണ്ടിനും അപേക്ഷിക്കാൻ +2 പാസ്സായിരിക്കണം. ഇൻ സയൻസ് സ്ട്രീം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വിത്ത് മാത്തമാറ്റിക്സോട് കൂടിയുള്ളവർക്ക് അതിൽ അപേക്ഷിക്കാം. അല്ലാതെ LDC, JSA ഈ തസ്തികകൾക്കെല്ലാം അപേക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് ഇവിടെ കാണാൻ സാധിക്കും ഓരോരോ പോസ്റ്റുകൾ. ഡിപ്പാർട്ട്മെൻറ്റ് മാറുന്നുണ്ട്. ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റിനേക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. +2 പാസ്സായിരിക്കണം. +2 അല്ലെങ്കിൽ തത്തുല്യമായിട്ടുള്ള യോഗ്യത മതി. ഇവിടെ ഗ്രേഡ് 1 അതായത് ഗ്രേഡ് എയിലേക്കാണ് DEO ഗ്രേഡ് A അതുപോലെ തന്നെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഈ തസ്തികയിലേക്കാണ് നിങ്ങൾക്ക് സയൻസ് സ്ട്രീമോട് കൂടി മാത്സ് വേണ്ടത്.
ബാക്കിയുള്ള പോസ്റ്റുകളിലേക്ക് LDC അതുപോലെ JSA ബാക്കിയുള്ള പോസ്റ്റുകളിലേക്കെല്ലാം വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് മാറുമ്പോൾ അവിടെ നിങ്ങൾക്ക് ജസ്റ്റ് +2 പാസ്സായാൽ മതി എന്ന് ശ്രദ്ധിച്ചിരിക്കുക. +2 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. മറ്റൊരു യോഗ്യതയും വേണ്ട. +2 പാസ്സായാൽ നിങ്ങൾ ക്വാളിഫൈ ആവുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിവേ ഇതിന് നിങ്ങൾക്ക് ഫൈനൽ ഇയർ ആണെങ്കിലും അപ്ലൈ ചെയ്യാൻ സാധിക്കും. +2 അവസാന വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും അപ്ലൈ ചെയ്യാൻ സാധിക്കും. പക്ഷേ 1/8/2024 എന്ന തീയതിക്ക് മുൻപാകം നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കയ്യിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ അപ്ലൈ ചെയ്യേണ്ടത് SSCൻ്റെ പുതിയ വെബ്സൈറ്റ് മുഖാന്തരമാണ്. വെബ്സൈറ്റിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് താഴെ ലഭിക്കുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക. 100 രൂപ അപേക്ഷാ ഫീസ് ഉണ്ട്. അപേക്ഷാ ഫീസ് എല്ലാവരും അടയ്ക്കേണ്ട. SC ST അതുപോലെ തന്നെ ഫീമെയിൽ ഉദ്യോഗാർത്ഥികൾ ആരും തന്നെ അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല. അവർക്ക് സൗജന്യമായിട്ട് ഇതിൻ്റെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഇതിന് കേരളത്തിൽ നമുക്ക് എക്സാം എഴുതാൻ സാധിക്കുന്ന സ്ഥലങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. എറണാകുളം, കൊല്ലം, അതുപോലെ കോട്ടയം, കോഴിക്കോട്, തൃശ്ശൂർ, തിരുവനന്തപുരം ഈ സ്ഥലങ്ങളിൽ, ഈ ജില്ലകളിൽ വെച്ചിട്ടാണ് നമുക്ക് കേരളത്തിൽ പരീക്ഷ എഴുതാനുള്ള സൗകര്യം ലഭിക്കുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക. സോ ഇതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ 15ാമത്തെ പേജിലായിട്ട് കാണാൻ സാധിക്കും. ഏകദേശം 200ഓളം മാർക്കിനാണ് ഇതിൻ്റെ പരീക്ഷ നടക്കുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ 2 ചോദ്യം തെറ്റിക്കഴിഞ്ഞാൽ 0.50 ആണ് ഇതിൻ്റെ മൈനസ് മാർക്കായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇംഗ്ലീഷ് ഉണ്ട്, ജനറൽ ഇൻ്റലിജൻസ് ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, ജനറൽ അവയർനെസ് ഉണ്ട്. ഇതൊക്കെയാണ് സിലബസിൽ വരുന്നത്. പിന്നെ സ്കീം ഓഫ് ടയർ 2 എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ പറയുന്നുണ്ട്. ടയർ 1 ഒരു കട്ട് ഓഫ് ഉണ്ടാവും. അത് ക്ലിയർ ചെയ്യുന്നവർക്കാണ് ടയർ 2 എഴുതാൻ സാധിക്കുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക. സോ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. ചില പോസ്റ്റിന് സ്കിൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതും പ്രത്യേകം ശ്രദ്ധിക്കുക. സോ ഇതിന് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇതിന് അപ്ലൈ ചെയ്യേണ്ട ലിങ്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ കയറി നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. മിനിമം +2 മാത്രം മതി. +2 ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. മറ്റൊരു യോഗ്യതയും വേണ്ട. മിനിമം +2 ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് ഇപ്പോൾ SSCൻ്റെ സൈറ്റ് മുഖാന്തരം ssc.nic.in എന്ന് പറഞ്ഞിട്ടുള്ള ssc.gov.in പുതിയ സൈറ്റാണ്. ഈ ഒരു സൈറ്റിലൂടെയാണ് അയക്കേണ്ടത്. ssc.nic.in പഴയ വെബ്സൈറ്റാണ്. പുതിയ വെബ്സൈറ്റ് ssc.gov.in താഴെ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അപേക്ഷിക്കാം. അതിൽ 1 ടൈം രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെ മുൻപേ നമ്മൾ പറഞ്ഞതാണ്. ഇതാണ് സൈറ്റിൻ്റെ ഒരു ഇൻ്റർഫേസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഈ ഒരു സൈറ്റിലൂടെയാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. സോ മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക.